നീ നിന്റെ വടി കടലിന് നേരെ നീട്ടാൻ പറയുമ്പോൾ ആ കടൽ രണ്ടായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഒന്നും തടസ്സമായിട്ട് കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളത് പരിശുദ്ധ അമ്മയുടെ കൂടെയാണ്. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാനൊരു ഹിന്ദുവായിരുന്നു, അവൾ എഴുതാനും വായിക്കാൻ അറിയത്തില്ല. എന്നാലും പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഞാൻ നിങ്ങളോട് നേരത്തിലേക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ അബ്രഹാം വൃദ്ധയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. ഉൽപ്പത്തി 22 നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, 8-ാം അധ്യായത്തിൽ. അപ്പൊ അബ്രഹാമും ദൈവം തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശ്വാസം അതാണ്. മകനോട് ബലിയർപ്പിക്കാൻ പോവാ, മകനെ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണ്,